നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. തോരാമഴ, റോഡിലെ വെള്ളക്കെട്ട് കാരണം കച്ചവട സ്ഥാപനം തുറക്കാൻ കഴിയാതെ ഉടമ. കുടിക്കുമൊട്ട മുണ്ടേരിമൊട്ട റോഡിൽ കൊട്ടാണിച്ചേരി പള്ളിക്ക് മുൻവശം റോഡിൽ കെട്ടിനിൽക്കുന്ന വെള്ളക്കെട്ട് കാരണം കച്ചവട സ്ഥാപനം തുറക്കാൻ കഴിയാതെ ദുരിതം പേറുകയാണ് സ്ഥാപന ഉടമ ഖാദർ. കടക്ക് മുന്നിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓവുചാൽ ഉണ്ടെങ്കിലും യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ദുരിതത്തിന് കാരണം. മഴക്കാലം തുടങ്ങിയാൽ കടക്ക് മുൻവശം റോഡിൽ പുഴ പോലെ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ കടക്ക് ഉള്ളിലേക്ക് ചെളിവെള്ളം അടിച്ചു കയറുന്നതിനാൽ കട തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും പലതവണ അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്നും ഖാദർ പറഞ്ഞു. മഴ പെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്താണ് വെള്ളം വരുന്നത്. ഇന്ന് ഞാൻ കട തുറക്കാൻ വേണ്ടി രാവിലെ വന്നതാണ്. നോക്കുമ്പോൾ വീടിൻ്റെ അകത്തേക്ക് വെള്ളം വരുന്നു. മൊത്തത്തിൽ എൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം അതിൽ ഇതായിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം അവസ്ഥ കൊണ്ടാണ് ഞാൻ ഈ തുറന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരിതങ്ങളെല്ലാം ഈ പഞ്ചായത്തുകാരോട് ഞാൻ പറഞ്ഞ് കുറേ ഒരു പ്രാവശ്യമല്ല 3-4 പ്രാവശ്യം നമ്മൾ ഈ ചാനലിൽ കൂടി തന്നെ പറഞ്ഞിട്ടും അവരൊന്നും യാതൊരു വിധ ഇതും ചെയ്യുന്നില്ല. അതുകൊണ്ട് വേണ്ടത് അതേപോലെ മണ്ണ് ഇതായിട്ടെന്ന് പറഞ്ഞാൽ നിറഞ്ഞു കിടക്കാണ്. അത് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഓവുചാൽ അത് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വെള്ളം മര്യാദയ്ക്ക് പോകും. അതൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ പാലമുണ്ട്, കുറേ കൊല്ലം മുൻപ് കെട്ടിയ ആ പാലത്തിൻ്റെ വടക്കൂട്ടെ കുറച്ച് ചെറുങ്ങനെ വെള്ളം പോക്കുണ്ടായിരുന്നു. അത് വെള്ളത്തിൻ്റെ അതായത് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് അതിൻ്റെ നേർക്കിട്ടിട്ടെന്ന് പറഞ്ഞാൽ ആ വെള്ളം പോകുന്നത് ഈ മഴ പെയ്തിട്ട് പോകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലോക്കായിട്ട് കിടക്കുന്നു. അങ്ങനെയെല്ലാം കൂടി എന്ന് പറഞ്ഞാൽ ഇത് വല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ്. ഇവിടെ മഴ പെയ്തിട്ടുള്ള വെള്ളം മാത്രമല്ല, പല വഴിക്കുന്നും വരുന്ന വെള്ളങ്ങളുണ്ട്. എൻ്റെ വീടിൻ്റെ ബാക്കിലെ പറമ്പത്ത്, പിന്നെ ബാക്കിലെ റോഡ് മുതൽ അങ്ങനെയുള്ള വെള്ളങ്ങളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ചിട്ട് കുറച്ച് താമസ സ്ഥലമായതുകൊണ്ട് മൊത്തം എനിക്ക് തന്നെയാണ് വളരെയധികം ബുദ്ധിമുട്ട് ഞാൻ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് വേണ്ട ലേഖനം എന്ന് പറഞ്ഞാൽ ഇത് അധികൃതർ കൈകാര്യം ചെയ്യണം. മുണ്ടേരി കുടിക്കുമൊട്ട റോഡിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഓവുചാൽ നിർമ്മിച്ചെങ്കിലും ഒരിക്കൽ പോലും മണ്ണ് നിറഞ്ഞത് മാറ്റാനോ മഴയ്ക്ക് മുന്നേ കാടുകൾ വെട്ടിത്തെളിയിച്ച് അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികൃതർ നടപടി സ്വീകരിക്കാത്തതാണ് ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പടന്നോട്ടുമുട്ടയ്ക്ക് സമീപം റോഡിന്റെ വശങ്ങൾ വെട്ടിപ്പൊളിച്ചത് പൂർവ്വസ്ഥിതി ആക്കാത്തതിനാൽ വലിയ അപകട ഭീഷണി ഉയർത്തുന്നതും നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കേട്ട ഭാവം നടിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കുറച്ചു മുൻപ് ഒരു അപകട മരണം നടന്ന സ്ഥലം കൂടിയാണ് പ്രദേശം. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് റോഡിന് ഇരുവശവും നിർമ്മിച്ച നിലവിലുള്ള ഓവുചാലുകൾ വൃത്തിയാക്കി വെള്ളം ഒഴുകാനുള്ള സൗകര്യം ഇനിയെങ്കിലും ചെയ്തില്ലെങ്കിൽ മഴ ശക്തമാവുന്നതോടെ ജനങ്ങൾ കൂടുതൽ ദുരിതം അനുഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.